ഹായ് ഫ്രണ്ട്സ്, RRB നോട്ടിഫിക്കേഷൻ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കറിയാം ഏകദേശം 22,000 അടുപ്പിച്ചിട്ടുള്ള വേക്കൻസികളാണ് നമുക്കിന് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയ ക്ലാസ് സീരീസാണ് സഹകാരിലേക്ക് വരുന്നത്. അപ്പോൾ സഹകാരി നിങ്ങൾക്കറിയാം സയൻസിൻ്റെ മേഖല 25 മാർക്കിൻ്റെ മേഖലയാണ്. ഒരു കാരണവശാലും ഒഴിച്ചുകൂടാൻ പറ്റുന്നില്ല. മാത്രമല്ല കുറച്ചു ഭാഗം മാത്രം കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പരിപൂർണ്ണ ബോധ്യമുള്ളൊരു മേഖല കൂടിയാണ് ഇത് സയൻസിൻ്റെ മേഖല. അപ്പോൾ ഒരിക്കലും ഇത് നിങ്ങൾ മിസ്സാക്കരുത്. ചോദ്യങ്ങളുടെ ലെവൽ കണ്ട് നിങ്ങൾ ഞെട്ടേണ്ട ആവശ്യമില്ല. എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അനുമാന ചോദ്യങ്ങളും അതുപോലെ അസംഷൻ ചോദ്യങ്ങളും ഒക്കെ ഉൾപ്പെടെയാണ് നമ്മുടെ ക്ലാസ് സീരീസ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് 10ാം ക്ലാസ്സിലെ, അതായത് NCERT CBSE 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 ആണ്. സിലബസിൽ കൃത്യമായിട്ട് പറയുന്നത് എത്ര 8, 9, 10 പാഠങ്ങളിലെ ആ പാഠഭാഗങ്ങളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ശരിയാണോ നമുക്ക് നോക്കാം മക്കളെ. അതിനുവേണ്ടി എന്ത് ചെയ്യാം, ഏറ്റവും റീസെൻ്റ് ആയിട്ട് വരുന്ന PYQs എവിടെ നിന്നാണ് വന്നിരിക്കുന്നത് കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ ഓരോ ക്ലാസ്സും നമുക്ക് വരുമ്പോഴത്തേക്കും ഇതുവരെ ആ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള PYQs നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ടാവും. ആ PYQs കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ ചോദ്യം വരുന്നതെന്ന്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും, ആ പാഠഭാഗത്തിലൂടെ വ്യക്തമായിട്ട് കടന്നു പോകുമ്പോൾ ഇത് എന്നെ കൊണ്ട് പറ്റും, ഇത് ഇങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റുന്നുള്ള വ്യക്തമായ ധാരണ കൂടി മാത്രം നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. മാത്രമല്ല എല്ലാ ക്ലാസ്സിൻ്റെയും അവസാനമുള്ള QD ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കൃത്യമായിട്ട് കണ്ട് പ്രാക്ടീസ് ചെയ്യുക. ആ നിമിഷം തന്നെ അറിയാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരങ്ങൾ ഒഴുകിയെത്തും. അതിന് വേണ്ടിയിട്ടാണ് സഹകാരി ഓരോ ക്ലാസ്സുകളും ക്യൂറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം മക്കളെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾ DND മോഡ് ഓൺ ആക്കിയിടുക. ഫോണിൻ്റെ DND മോഡ് ഓൺ ആക്കിയിട്ട ശേഷം മാത്രം ക്ലാസ് കാണുക. അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ വരും, നിങ്ങളുടെ അവസരം നഷ്ടപ്പെടും. നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞിരിഞ്ഞ് പോവും. ഡിസ്ട്രാക്ഷൻ വേണ്ട, DND മോഡ് ഓൺ ആക്കിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമ്മളിന്ന് പഠിക്കുന്നത് ലൈഫിന്റെ പ്രോസസ്സുകളാണ്. ഒന്നാമത് 5ാമത്തെ ചാപ്റ്റർ അല്ലേ, 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. അതിന് നമുക്ക് ഈ ഒരു ടോപ്പിക്കായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള PYQ ഒന്ന് പരിചയപ്പെട്ടു പോകാം മക്കളെ. വിച്ച് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ മോളിക്കുലർ മൂവ്മെന്റ് അല്ലെങ്കിൽ ലിവിംഗ് ക്യാരക്ടർ ഓഫ് വൈറസസ് ഇസ് കറക്റ്റ്. വൈറസുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള അതിന്റെ മോളിക്കുലാർ മൂവ്മെന്റ്, അതായത് വൈറസിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് അതിനെന്താണ് ഒരു മോളിക്കുലാർ മൂവ്മെന്റ് മാത്രമുള്ളത്. അത് വിശദമായി പറയുന്നുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഈ ചാപ്റ്ററിന്റെ ആമുഖത്തിലാണ് പറയുന്നത്. അപ്പൊ നോക്കൂ മക്കളെ, വരികൾക്കിടയിൽ ചോദ്യം ഇരിപ്പുണ്ട്, മനസ്സിലാക്കുക. ഒരിക്കലും ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, ആ വരികൾക്കിടയിൽ ചോദ്യങ്ങൾ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ആമുഖവും ഇൻട്രൊഡക്ഷനും എല്ലാം കൃത്യമായിട്ട് പഠിപ്പിച്ച് മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ചോദ്യം നോക്കാം. വൈറസ് റെസ്പയർ ചെയ്യുന്നില്ല, വൈറസ് ഡസ് നോട്ട് ഗ്രോ ഇൻ ആൻ ആർട്ടിഫിഷ്യൽ മീഡിയം, അതുപോലെ ഇനാക്റ്റീവ് അണ്ടിൽ ദ ഇൻഫെക്ട് സം സെല്ല്. കണ്ടോ, നോക്കൂ ഈ ഒരു പാഠഭാഗം നോക്കട്ടെ. മൂവ്മെന്റ്സ് ഓവർ വെരി സ്മാൾ സ്കെയിൽസ് വിൽ ബി ഇൻവിസിബിൾ ടു ദ നേക്കഡ് ഐ മൂവ്മെന്റ്സ് ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഞാൻ അവിടെ ഒന്നും വിശദമായിട്ട് പോകുന്നില്ല, അത് നമുക്ക് ക്ലാസ്സിൽ വിശദമായിട്ട് പോകാം. അപ്പോൾ നോക്കൂ ഇവിടെ അത് പറയുന്നത്, ഇൻഫാക്ട് വൈറസ് ഡു നോട്ട് ഷോ എനി മോളിക്കുലർ മൂവ്മെന്റ് ഇൻ ദം അല്ലെ. ഏതുവരെ, അത് ഒരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്യുന്നത് വരെ. സാധാരണ ഒരു ജീവിക്ക് ജീവനുണ്ടോ ഇല്ലയെന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് അവിടെ ഒരു മോളിക്കുലർ എക്സ്ചേഞ്ച് നടക്കുന്നുള്ളതാണ്. അതായത് പുറം ലോകവും നമ്മുടെ ജീവശരീരവുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും എക്സ്ചേഞ്ച്, കൈമാറ്റങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. അതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ജീവനുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വൈറസിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഒരു സംഗതി ഇല്ല. ഏതുവരെ, ഒരു സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുന്നത് വരെ. അതുകൊണ്ടാണ് വൈറസിന്റെ കാര്യത്തിൽ അതിന് ജീവനുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊരു കോൺട്രവേഴ്സ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതെന്ത് ചെയ്യും, ഇത് റീപ്രൊഡ്യൂസ് ചെയ്യും. ജീവനുള്ളവയുടെ പല സ്വഭാവങ്ങളും കാണിക്കുന്നുണ്ട് വൈറസുകൾ. ഏതുവരെ, ഒരു സെല്ലിനെ, ഒരു കോശത്തിനെ ബാധിക്കുന്നത് വരെ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു ഒറ്റ വരി എടുത്ത് എന്ത് ചോദിച്ചിരിക്കുന്നു, നമ്മുടെ RRB ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് ഏതാണ് വിശദമായിട്ട് പഠിച്ചു പോകാം. ടെക്സ്റ്റ് ബുക്ക് അതേപോലെ എടുത്തിട്ട് ബോറാവും. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോയിന്റും ഒരു പോയിന്റ് പോലും വിടാതെ കൃത്യമായിട്ട് നമുക്ക് ഡിസ്കസബിൾ ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം ആ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് വെച്ച് തന്നെ ഉണ്ടാക്കിയ ഏകദേശം 60ഓളം ചോദ്യങ്ങൾ, അതായത് ഒരു 3-4 ഒരു കുറച്ച് സ്ലൈഡിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാമെന്നുള്ളതാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആദ്യം QD ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതുപോലെ ക്ലാസ് കഴിഞ്ഞുള്ള എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ആപ്പിനകത്ത്. ആ എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ കോൺഫിഡൻസ്. ആ കോൺഫിഡൻസ് ആണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. നോക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, കോമൺ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ലൈഫ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ജീവൽ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രോസസ് ഓഫ് ലൈഫ് അല്ലെ. ലൈഫ് നിലനിൽക്കുന്നു, എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ഉറപ്പ് തരുന്ന ചില പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതാ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് മക്കളെ, ജീവൻ എന്ന് പറയുന്ന സാധനം, ഒരു ജീവിക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ നോക്കുക. ഒരു പൂച്ച അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. പൂച്ച ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചത്ത പൂച്ച ഇങ്ങനെ ഇരിക്കാറില്ല അല്ലേ. അപ്പം ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിന് ജീവനുണ്ട് എന്ന് പറയും.
അതേസമയം പൂച്ചനെ കിടക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പൂച്ച കിടക്കുകയാണ്, ജീവനുണ്ടോ ചത്തോ പെട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അടുത്ത് പോകണം, അനക്കമുണ്ട്, അപ്പോൾ ചത്തട്ടില്ല, ജീവനുണ്ട് നമ്മൾ പറയും. അതൊരു ഇൻഡിക്കേറ്ററാണ് നമ്മളെ സംബന്ധിച്ച് അല്ലേ. എന്താണ് മക്കളെ? വിസിബിൾ മൂവ്മെന്റ്സ്, വിസിബിൾ ആയിട്ടുള്ള നമുക്ക് കാണാൻ പറ്റുന്ന ചലനങ്ങൾ. എന്തൊക്കെ? റണ്ണിങ്, ഓടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ജീവനുണ്ടാവും ഒരു ജീവിക്ക് അല്ലേ. ബ്രീത്തിങ്, ഞാൻ നേരത്തെ പറഞ്ഞു. ഷൗട്ടിങ് അല്ലെ, ഞാൻ സംസാരിക്കുന്നു, ജീവനുള്ളവരെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ പറ്റില്ലല്ലോ. ഓക്കെ, ഗ്രോത്ത് ഓവർ ടൈം. എന്താ പറഞ്ഞേ? എടാ മക്കളെ, പ്ലാന്റ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ ശ്വസിക്കുന്ന കാണാൻ പറ്റുമോ? ചലിക്കുന്ന കാണാൻ പറ്റും. കാറ്റടിക്കുമ്പോൾ അല്ലേ, കാറ്റടിക്കുമ്പോഴുള്ള ചലനമല്ല. കാറ്റടിക്കുമ്പോഴത്തേക്കും ചത്ത് കിടക്കുന്ന ജീവിയാണെങ്കിലും ചലിക്കും, ആ ചലനമല്ല. എന്താണ്? അല്ലാത്ത ചലനം. എന്താണ്? ഗ്രോത്ത് ഒരു ചലനമാണ്. അപ്പൊ ജീവനുള്ളവയുടെ പൊതു സ്വഭാവങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? ചലിക്കുന്നുണ്ട്, അവ വളരുന്നുണ്ട്, അവ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവ പുറമേ നിന്നും എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട്, ആഹാരം സ്വീകരിക്കുന്നുണ്ട്, അവ ശ്വസിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കോമൺ ആയിട്ടുള്ള ഗുണങ്ങളാണ് ജീവനുള്ളവയ്ക്കുള്ളത്. അതിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ ഗ്രോത്ത് ഓവർ ടൈം, അത് വളർച്ച കാണിക്കുന്നു. എന്ത്? സസ്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വളരുന്ന, കണ്ണ് നഗ്നനേത്രം കൊണ്ട് വെറുതെ നോക്കിയെന്നാൽ കാണാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ടൈം ഇലാപ്സിന്റെ ഫോട്ടോഷൂട്ടൊക്കെ എടുത്തിരിക്കുന്നത് നോക്കണം അല്ലേ. പതുക്കെ വളർന്ന് അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗ്രോത്ത് ഓവർ ടൈം എന്താണ്? കോമൺ ഇൻഡിക്കേഷൻ ആണ്. ഒരു ചെടിക്ക് ജീവനുണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റും. ഇന്നലെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, 5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു 2 ഇല വന്നിട്ടുണ്ട്. സോ എന്താണ്? ഗ്രോത്ത് ഓവർ ടൈം ഈസ് ആൾസോ എ കോമൺ ഇൻഡിക്കേറ്റർ ഓഫ് ലൈഫ്. അപ്പോൾ അതുപോലെ ചിലതിലാണെന്നുണ്ടെങ്കിൽ വലിയ വളർച്ചയൊന്നും ഇങ്ങനെ കാണുകയില്ല. ഉദാഹരണം എന്താണ്? നമ്മുടെ വളർച്ചയൊക്കെ സ്റ്റണ്ട് ചെയ്തിട്ടുള്ള ഇതില്ലേ, നമ്മുടെ ചെടികളില്ലേ, ആ ചെടികളിൽ ചിലപ്പോൾ കുറേ കാലം ഒരേപോലെ ഇല നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചത്തോ ജീവനുണ്ടെന്ന് അറിയാൻ ഒറ്റ വഴിയുണ്ട്. അതിൻ്റെ പച്ച നിറമുണ്ടോ എന്ന് നോക്കും. അത് ഉണങ്ങിക്കഴിഞ്ഞാൽ ജീവനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലേ. അത്രേ ഉള്ളൂ. അതുപോലെ എന്താണ്? ഇത് ഒരിക്കലും യൂണിവേഴ്സലായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം പച്ച നിറമില്ലാത്ത ചില സസ്യങ്ങളുണ്ട്, കാണാൻ പറ്റുന്ന ചുവപ്പ് കളറുള്ള സസ്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും. ഇനി നോക്കാം, ഞാൻ നേരത്തെ പറഞ്ഞു ഇതെല്ലാം വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു വസ്തുവിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാനുള്ള വിസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലിമിറ്റേഷൻസ് ഉണ്ട് അവിടെ. എന്താണ്? വിസിബിൾ മൂവ്മെന്റിന് ലൈഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാര്യം എന്താ? സ്ലീപ്പിംഗ് ഓർഗാനിസംസ് ആർ അലൈവ് വിത്തൗട്ട് ഒബ്വിയസ് മൂവ്മെന്റ് അല്ലേ. ഉറങ്ങുന്ന ജീവജാലങ്ങൾ വലിയ മൂവ്മെന്റ് ഒന്നും ഇല്ലാതെ കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അനങ്ങുന്നുണ്ടോ എന്ന് നോക്കി നമുക്ക് പരിപൂർണമായിട്ട് ജീവനുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ പ്ലാന്റ്സ് മെയിനായിട്ട് ടു ഷോ വിസിബിൾ ഗ്രോത്ത് ബട്ട് ആർ സ്റ്റിൽ അലൈവ്. അതായത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഗ്രോത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടായി വരുന്നില്ല, എന്നാലും അവ ലൈവാണ്. അതുപോലെ സം ആനിമൽസ് ബ്രീത്ത് വിത്തൗട്ട് വിസിബിൾ മൂവ്മെന്റ്. ചില ആനിമൽസ് കിടന്ന് ശ്വസിക്കുന്നത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. ചെറിയ മൂവ്മെന്റ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അല്ലേ, കണ്ടാൽ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ്? ഈ മൂവ്മെന്റ് നമുക്കൊരു ഉറപ്പിക്കുന്ന ഒരു എന്തായിട്ട് പറയാൻ പറ്റത്തില്ല, ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതുപോലെ വിസിബിൾ മൂവ്മെന്റ് എലോൺ ഈസ് ഇൻസഫിഷ്യന്റ്. ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ്? അപ്പോൾ വിസിബിൾ മൂവ്മെന്റ് ഉണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ, അല്ലെങ്കിൽ വിസിബിൾ മൂവ്മെന്റ് മാത്രം നോക്കിയിട്ട് അതിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് നോക്കണം? മോളിക്കുലാർ മൂവ്മെന്റ് നോക്കണം. മോളിക്യൂൾസ് അല്ലേ, മോളിക്കുലർ മൂവ്മെന്റ് നോക്കാൻ പറ്റുമോ? നോക്കാൻ പറ്റും, പറഞ്ഞുതരാം. അതായത് അനക്കമൊന്നും കാണാനില്ല, മൂക്കിൻ്റെ അവിടെ കൈകൊണ്ട് വയ്ക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടെങ്കിലും ശ്വാസം നടിക്കുന്നുണ്ടെങ്കിൽ അവിടെ മോളിക്കുലാർ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നോക്കാം. മോളിക്കുലാർ മൂവ്മെന്റ് ദ ട്രൂ ഇൻഡിക്കേറ്റർ. അത് നോക്ക്, മോളിക്കുലാർ മൂവ്മെന്റാണ് നമുക്ക് എന്ന് വിളിക്കാൻ പറ്റുക? ട്രൂ ഇൻഡിക്കേറ്റർ ഓഫ് ലൈഫ് എന്ന് വിളിക്കാൻ പറ്റുക. മനസ്സിലായി? മോളിക്കുലാർ മൂവ്മെന്റ് എപ്പോൾ നിൽക്കുന്നുവോ അപ്പോൾ നമ്മൾ മരിച്ചു എന്ന് കണക്കാക്കാം. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ വ്യത്യസ്തമായ സമയത്തിലാണ് മരിക്കുന്നത് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നു അല്ലേ. ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ കുറേ സമയം കൂടെ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വ്യത്യസ്തമായിട്ട് ലൈഫ് സപ്പോർട്ട് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ജീവൻ പിന്നെ നിലനിൽക്കും. ബാക്കിയുള്ള ശരീരഭാഗങ്ങൾ ബ്രെയിൻ ഡെത്തായി, ബ്രെയിനിന് ജനനമില്ല, അത് കഴിഞ്ഞ് ബാക്കി ഭാഗവും മരിച്ചു. അപ്പോൾ കുറേ സമയം കൂടെ ഹൃദയത്തിന് സമയം ഉണ്ടായിരിക്കും, പിന്നെ കണ്ണിന് സമയം ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ഭാഗവും മരിക്കുന്നത് വ്യത്യസ്തമായ സമയങ്ങളിലാണ്. നോക്ക്, എന്താ കാര്യം? ആ ഓർഗനിൽ നിന്നും മോളിക്കുലാർ മൂവ്മെന്റ് നിലച്ചിട്ടില്ല. മനസ്സിലായോ? എടാ, മോളിക്കുലാർ മൂവ്മെന്റ് എപ്പോഴാണോ ഈ കൺസേൺഡ് ഓർഗൻ നിലയ്ക്കുന്നത് അപ്പോഴേ ആ ഓർഗൻ മരിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നോക്കൂ, എന്താണ്? മോളിക്കുലാർ മൂവ്മെന്റ് ആണ് ദ ട്രൂ ഇൻഡിക്കേറ്റർ ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഇൻവിസിബിൾ മോളിക്കുലാർ മൂവ്മെന്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താണ് ഈ ഇൻവിസിബിൾ മോളിക്കുലാർ മൂവ്മെന്റ്? ആർക്ക് ആവശ്യമാണ്? എന്തിനാവശ്യമാണ്? ഫോർ ലൈഫ്, ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയുന്ന മോളിക്കുലർ എന്ന് പറയുമ്പോൾ ഇതാണ്. ഏതാ പറ?
മൂക്ക് പൊത്തിയിട്ട് എത്ര നേരം നിൽക്കാൻ പറ്റും നമുക്ക്? മൂക്കും വായും പൊത്തി പിടിച്ചോണ്ട്. ഓക്സിജൻ അല്ലേ? ഓക്സിജൻ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു മൂലകമാണെന്ത്? മോളിക്കൂളാണെന്ത്? ഓക്സിജൻ. എന്താ കാര്യം? ഓക്സീകരണം എന്ന് പറയുന്ന, ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രവൃത്തി നമ്മുടെ സെല്ലുലാർ ലെവലിൽ നടക്കണം അല്ലേ? അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ ATP തന്മാത്രകൾ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. എന്ന് ഊർജത്തിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല, നമുക്ക് ഊർജം കിട്ടില്ല. പിന്നെ സഡൻ മാനർ നമ്മൾ എന്ത് ചെയ്യും? മരിച്ചു പോകും. മോളിക്കുലാർ മൂവ്മെന്റ് ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മോളിക്കുലാർ മൂവ്മെന്റ് എന്താണ്? ഓക്സിജന്റെ മൂവ്മെന്റ് ആണ്. നോക്കുക എന്താണ്? ദീസ് മൂവ്മെന്റ് ഒക്കെ മൈക്രോസ്കോപ്പിക് സ്കെയിൽസ് അല്ലേ? ഓക്സിജൻ നമ്മളിങ്ങനെ വലിച്ചു കയറ്റുന്നു, നമ്മുടെ ലങ്സിൽ നിറയുന്നു, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ എക്സ്ചേഞ്ച് ഒരു മൈക്രോസ്കോപ്പിക് സ്കെയിലാണ് നടക്കുന്നത്, നമുക്ക് കാണാൻ പറ്റില്ല. അത് എന്ത് ചെയ്യാൻ പറ്റില്ല? നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല ആ ഒരു ഓക്സിജൻ കയറി പോകുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തിറങ്ങി വരുന്നതും. മാത്രമല്ല ഇത് മാത്രമല്ല പറയുന്നത് കേട്ടോ, നമുക്ക് ഓക്സിജൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞാണ് ഗ്ലൂക്കോസ് അല്ലേ? എനർജി ഉണ്ടാക്കണമെങ്കിൽ ഗ്ലൂക്കോസിനെയാണ് വിഘടിപ്പിക്കുന്നത്. എവിടെ വെച്ച്? കോശങ്ങളിൽ വെച്ച് വിഘടിപ്പിക്കും അല്ലേ? അപ്പോൾ ഗ്ലൂക്കോസ് ആവശ്യമാണ്, അതൊരു മോളിക്കൂളാണ് അല്ലേ? അതുപോലെ ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, അകത്തേക്കും പുറത്തേക്കും നമ്മുടെ കോശങ്ങളിലേക്കൊക്കെ സഞ്ചരിക്കുന്ന ഒത്തിരി മോളിക്യൂൾസ് ഉണ്ട്. ആ മോളിക്യൂൾസ് എല്ലാം അതിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത് മൈക്രോസ്കോപ്പിക് ലെവലാണ്. അവ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല. ഈ മോളിക്കുലാർ മൂവ്മെൻറ്റ് എപ്പോൾ നശിക്കുന്നുവോ, നിർക്കുന്നുവോ, അപ്പോൾ എന്താണ്? അത് ചത്തുപോകുന്നുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കാം, ഇതാണ് നമുക്കിത് ട്രൂ ഇൻഡിക്കേറ്റർ എന്ന് വിളിക്കാൻ പറ്റുക. ഒരു ജീവിക്ക് ജീവനുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ട്രൂ ഇൻഡിക്കേറ്റർ എന്താണ് മക്കളെ? മോളിക്കുലാർ മൂവ്മെന്റ് ആണ്. അതുപോലെ വൈറസ് കോൺട്രവേഴ്സി നോക്കുക. വൈറസിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ ഈ ഒരു ഭാഗത്താണ് ക്വസ്റ്റ്യൻ വന്നത്. വൈറസ് ഷോ നോ മോളിക്കുലാർ മൂവ്മെന്റ് അണ്ടിൽ ദ ഇൻഫെക്റ്റ് എ സെൽ. കണ്ടോ? അതായത് ജീവനുണ്ട് എന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മോളിക്കുലാർ മൂവ്മെന്റ് ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്താണ്? ഒരു കോശത്തിനകത്തേക്ക് ഇവന് കലിഞ്ഞ് കയറുന്നവരെ ഇത്തരത്തിൽ യാതൊരു മോളിക്കുലാർ മൂവ്മെന്റും ഇല്ല. ഏതുപോലെ ഒരു നമ്മുടെ ബാക്ടീരിയൊക്കെ സ്പോറായി മാറുകയല്ലേ? സ്പോറായി കഴിഞ്ഞാൽ കാലാകാലം നിലനിൽക്കും, നമ്മുടെ ഈ ഇവിടെ കിടക്കുന്നത്, അത് നശിച്ചൊന്നും പോവുകയില്ല. അതായത് ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടിയാലും നശിക്കില്ല. ഒരു നോർമലി ബാക്ടീരിയ നശിച്ചു പോകാൻ ടെമ്പറേച്ചറിനൊക്കെ അതിജീവിക്കാനും അതുപോലെ അഡ്വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിൽ അതിജീവിക്കാൻ വേണ്ടി അത് സ്പോറായിട്ട് മാറും, പൊടി പോലെ സ്പോറായിട്ട് മാറും. പിന്നെ അത് അനുകൂലമായ സ്ഥലത്ത് വരും മാത്രമേ പിന്നെ ബാക്ടീരിയ മാറത്തുള്ളൂ. അതേപോലെയാണ്. അപ്പോൾ ആ സമയത്ത് ഈ പറഞ്ഞ ബാക്കി ജീവപ്രവർത്തനങ്ങളെല്ലാം നിലയ്ക്കും. അതേപോലെ എന്ന് പറയാൻ പറ്റത്തില്ല. ബാക്ടീരിയയ്ക്ക് എല്ലാ സെൽ ഓർഗനൈസും ഉണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ സ്പോർ ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. എന്നാലും അവിടെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ജീവനുള്ള ഒരു ജീവിക്ക് വേണ്ടിയിട്ടുള്ള പല ഓർഗനൈസും അവനില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് ഇവൻ എപ്പോഴാണ് ഈ ജീവന്റെ സ്വഭാവം കാണിക്കുന്നത്? എന്ത് ഏറ്റവും പറഞ്ഞ ഈ മോളിക്കുലാർ മൂവ്മെന്റ് എപ്പോഴാണ് കാണിക്കുന്നത്? എപ്പോഴാണോ യവൻ ഒരു സെല്ലിനെ ഇൻഫെക്റ്റ് ചെയ്യുക അപ്പോഴാണ് കാണിക്കുക. അതാ പറയുന്നത് വൈറസ് കോൺട്രവേഴ്സി അല്ലേ? അതുകൊണ്ടാണ് ഇവയ്ക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യം വരെ ഇവിടെ നിലനിൽക്കുന്നത്. എന്നാലും വാട്ടെവർ ഇത് എന്താണ് ഇപ്പോൾ നമ്മൾ ജീവൻ ഉണ്ട് എന്നാണ് നമ്മുടെ അസംഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഇവയ്ക്ക് ജീവനുണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. എന്തുകൊണ്ടാണ്? സെല്ലിനകത്ത് കയറുമ്പോഴെങ്കിലും ഇവൻ എന്തുണ്ട്? മോളിക്കുലാർ മൂവ്മെന്റ് ഇല്ലേ? അതുകൊണ്ട് നമ്മൾ ഇവന് ജീവനുണ്ട് തീരുമാനിക്കുന്നു. അതുകൊണ്ടൂടെ തന്നെയാണ് മോളിക്കുലാർ മൂവ്മെന്റിന് നമ്മൾ ദ ട്രൂ ഇൻഡിക്കേറ്റർ ഓഫ് എന്താ ലൈഫ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്തിനാണ് മോളിക്കുലാർ മൂവ്മെന്റ് ആവശ്യമായിട്ട് വരുന്നത് നമുക്ക് നോക്കാം. എന്തിനാണ് മക്കളെ? നമുക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് മോളിക്കുലാർ മൂവ്മെന്റ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? ഓക്സിജന്റെ മൂവ്മെന്റ് അല്ലേ? ഓക്സിജൻ നമ്മുടെ സെല്ലുലാർ ലെവലിൽ എന്താണ്? ഓക്സീകരണത്തിന് ആവശ്യമാണ്. അവിടെ നമുക്ക് എനർജി മോളിക്യൂൾസിന് നമുക്ക് വിഘടിപ്പിച്ച് പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ അതിനുവേണ്ടി ഇതിനെ മൂവ്മെന്റ് അകത്തേക്ക് നയിച്ചു കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ലിവിങ് ഓർഗാനിസംസ് പലപ്പോഴും എന്താണ്? പല തരത്തിലുണ്ട്. യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒറ്റ സെല്ലുലാർ ഓർഗാനിസം ഉണ്ട്, അതുപോലെ വലിയ ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉള്ള ഓർഗാനിസം ഉണ്ട്. ഉദാഹരണം നമ്മൾ തന്നെ അല്ലേ? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ശരീരം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? എങ്ങനെയാ? ഒരുപാട് ഓർഗൻസ് ഉണ്ട്. പോട്ടെ, നമുക്ക് ബേസിൽ നിന്ന് വരാം. എന്താണ്? ഒരുപാട് കോശങ്ങളുണ്ടല്ലേ? അപ്പോൾ ഏകദേശം ഒരുപോലുള്ള കോശങ്ങൾ ചേർന്ന് കലകൾ ഉണ്ടാകുന്നു, ടിഷ്യൂസ് ഉണ്ടാകുന്നു. ആ ടിഷ്യൂസ് കൂടി ചേർന്ന് എന്തുണ്ടാകുന്നു? ഓർഗൻസ് ഉണ്ടാകുന്നു. അങ്ങനെ ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകുന്നു. എന്തിനു വേണ്ടിയിട്ട്? വ്യത്യസ്തമായിട്ടുള്ള ഫങ്ഷൻസ് നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടല്ലേ? ഓക്കെ, അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണെന്ത്? റെസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളവിടെ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ മോളിക്കുലാർ ട്രാൻസ്പോർട്ട് അല്ലേ? നമ്മുടെ ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു ഒറ്റ സെല്ല് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ സിമ്പിൾ എഫ്യൂഷൻ വഴിയിട്ട് എന്ത് സംഭവിക്കും? അത് കാരണം അത് വെറുതെ നമുക്ക് തുറന്നിരിക്കലടാ, അതിനകത്തേക്ക് ഓക്സിജന് കടന്നു വരാൻ വേറെ പ്രത്യേകിച്ച് വഴിയൊന്നും വേണ്ട
അല്ലേ? അതുപോലെ അതിന് ഒരു ആഹാരത്തിന് അല്ലെ അമീബയ്ക്ക് ഇര പിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ടോർച്ചും ലൈറ്റും ഒന്നും വേണോ? വേണ്ട. അമീബ നേരെ എന്ത് ചെയ്യും? എൻഗൾഫ് ചെയ്യും അല്ലെ? എൻഗൾഫ് ചെയ്ത് ഇരയങ്ങ് പിടിക്കും. കാര്യം അതൊരു സിംഗിൾ സെൽ ഓർഗാനിസം. അവിടെ പിന്നെ ബ്ലഡ് സർക്കുലേഷനോ ട്രാൻസ്പോർട്ടേഷനോ ഒന്നും വേണ്ട. അപ്പോൾ ഇവിടെയാണ് ഇതിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. ഓർഗാനിസം എന്താണ്? ഹൈലി ഓർഗനൈസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പറഞ്ഞു? ഓർഗാനിസംസ് അതിനെ ടിഷ്യൂസ് ആക്കി നമുക്ക് ഡിവൈഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സെൽസ്, അത് കഴിഞ്ഞ് സെല്ലുലാർ കമ്പോണൻസ്, ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ഓർഗാനിസം വെച്ച് നോക്കുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്ക് നമ്മുടെ ശരീരം എന്താണ് ഡിസിൻറ്റഗ്രേഷനിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും തന്നെ കോൺസ്റ്റന്റ്ലി ഈ ശരീരത്തിനെ റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടും എന്തുണ്ട്? പുതിയ പുതിയ മോളിക്യൂൾസ് ആവശ്യമായിട്ടുണ്ട്. എനർജി നേരത്തെ പറഞ്ഞു, എനർജി ഉണ്ടാക്കാൻ മാത്രമല്ല, നമുക്ക് എന്ത് ചെയ്യണം? നിലവിൽ നമുക്കൊരു മസിൽ ഫൈബറിന് ഒരു കോശത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അവിടെ റിപ്പയർ ചെയ്യണം. അതിനും നമുക്ക് എന്താവശ്യമാണ്? പുറത്തുനിന്നുള്ള മോളിക്യൂൾസ് ആവശ്യമാണ്. നോക്കാം, അത്തരത്തിൽ എന്താണ് കൃത്യമായിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ടു മെയിൻറ്റെയിൻ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഓർഗാൻസിന് എന്ത് വേണം? കണ്ടിന്യൂസ്ലി റിപ്പയർ ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോളിക്യൂൾസ് ആവശ്യമാണ്. സിൻസ് ദ സ്ട്രക്ചേഴ്സ് ആർ മെയ്ഡ് ഓഫ് മോളിക്യൂൾസ്, കോൺസ്റ്റന്റ് മോളിക്യുലർ മൂവ്മെന്റ് ഈസ് റിക്വയർഡ്. നമ്മുടെ എല്ലാ സ്ട്രക്ചറും എന്താ ചെയ്തിരിക്കുന്നത്? വ്യത്യസ്തമായ മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നല്ലേ. നമ്മുടെ ഈ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം കെമിക്കൽസ് ആണ്. നമ്മൾ കംപ്ലീറ്റ് കെമിക്കലാണ്. ജലം, അതുപോലുള്ള മറ്റുള്ള എല്ലാ കെമിക്കൽസും, ഒരുപാട് ആഷ്, മിനറൽസ്, മെറ്റൽസ് എല്ലാം അടങ്ങുന്ന കെമിക്കൽസ് ആണ്. അപ്പോൾ സോ വി നീഡ് മോളിക്യൂൾസ്. അപ്പോൾ മോളിക്കുലർ ട്രാൻസ്പോർട്ട് മൂവ്മെന്റ് ഈസ് വെരി മച്ച് എസെൻഷ്യൽ ഇൻ ടേംസ് ഓഫ് ലൈഫ്. ഓക്കെ, സോ മോളിക്കുലർ മൂവ്മെന്റ് ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അവർ ലൈഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈഫ് പ്രോസസ്സിലേക്ക് കടക്കാനല്ലേ, ജീവൽ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലൈഫ് പ്രോസസ്സുകൾ. അപ്പോൾ ഒന്ന് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞു കൊടുത്തിരുന്നതാണ് മെയിൻ്റനൻസ് നടക്കണം അല്ലേ? മെയിൻ്റനൻസ് ഫങ്ഷൻസ് കണ്ടിന്യൂ ഈവൻ വെൻ ഓർഗാനിസംസ് ആർ ഇനാക്റ്റീവ്, സിറ്റിംഗ് ഓർ സ്ലീപ്പിംഗ്. അപ്പോൾ നമുക്ക് ഈ ഇരിക്കുമ്പോഴത്തേക്കും അതുപോലെ ഉറങ്ങുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ബോധം കെട്ട് കിടക്കണം എന്ന് വെച്ചോ, എങ്ങനെയാണെന്ന് നമ്മൾ ഇനാക്റ്റീവ് ആണല്ലേ, നമ്മൾ ആക്റ്റീവ് അല്ല, തട്ടിയാൽ പോലും ഉണരുകയല്ല. എന്നാൽ എന്താണ് നമ്മുടെ മെയിൻ്റനൻസ് ഫങ്ഷൻസ് നടക്കണം അല്ലേ? അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? ദ പ്രോസസ് പെർഫോമിംഗ് ദിസ് മെയിൻ്റനൻസ് ജോബ്സ് ആർ കാൾഡ് ലൈഫ് പ്രോസസ്സസ്. ഇത്തരത്തിലുള്ള മെയിൻ്റനൻസ് ജോബും അതുപോലെ മറ്റുള്ള സകലമാന പരിപാടികളും, ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നമ്മുടെ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട്, അതുപോലെ ഗ്ലൂക്കോസിൻ്റെ ട്രാൻസ്പോർട്ട്, അതുപോലെ മറ്റുള്ള ഇതര അയോണുകളുടെ ട്രാൻസ്പോർട്ട്, ഇതെല്ലാം കൂടെ ചേർത്താണ് എന്ത് വിളിക്കുക? ലൈഫ് പ്രോസസ് എന്ന് വിളിക്കുക. ദീസ് പ്രോസസ് പ്രിവെൻറ്റ് ഡാമേജ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ദി ബോഡി. അപ്പോൾ ഒന്നാമത്തത് എന്താണ്? ലൈഫ് പ്രോസസ് മെയിൻ്റനൻസ് ഫംഗ്ഷനാണ് പഠിക്കുന്നത്. മെയിൻ്റനൻസ്, നമ്മുടെ ശരീരത്തെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടംപോലെ മോളിക്യൂൾസ് പുറത്തുനിന്ന് ആവശ്യമാണ്. അതുപോലെ നമുക്ക് ഒരുപാട് മോളിക്യൂൾസ് പുറത്തും കളയണം. അതായത് നമുക്ക് ഇതിന്റെ അനന്തരഫലമായിട്ട് യൂറിയ പോലെയുള്ള അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള നമുക്ക് ശരീരത്തിന് ഹാനികരമായിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ടാകും. ഇതിനെ പുറത്തും കളയണം. അപ്പോൾ സോ മെയിൻ്റനൻസ് ഓക്കെ നോക്കാം. അതുപോലെ എനർജി റിക്വയർമെന്റ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? എനർജി ആവശ്യമാണല്ലേ? എനർജി ഈസ് നീഡ് ഫോർ മെയിൻ്റനൻസ് പ്രോസസ്സസ്. നമ്മുടെ എല്ലാ മെയിൻ്റനൻസ് പ്രോസസ്സിനും എന്താവശ്യമാണ്? എനർജി ആവശ്യമാണ്. ഇത് എവിടെ നിന്നാണ് വരുന്നത് മക്കളെ? എനർജി നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ലെന്ന് പണ്ടേ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു രൂപത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവലോകത്തിന് മുഴുവൻ എനർജി കൊടുക്കുന്ന ആ എനർജി ദാതാവ് ആരാണ്? സൂര്യനാണ് അല്ലേ? സണ്ണാണ്. സണ്ണിൽ നിന്ന് കിട്ടുന്ന എനർജിയാണ് പല രൂപത്തിലും നമ്മുടെ ജീവികൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ എനർജി സോഴ്സ് ഭൂമിക്ക് ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ നോക്കാം. എനർജി കംസ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് ദി ബോഡി. അപ്പോൾ നമുക്ക് എന്തായാലും നേരിട്ട് സൂര്യപ്രകാശത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? മാത്രമല്ല ഒരു ജീവജാലങ്ങൾക്കും നേരിട്ട് സൂര്യപ്രകാശത്തിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചോദിക്കും സസ്യങ്ങൾ ചെയ്യുന്നില്ലേ എന്ന്. സസ്യങ്ങൾ നേരിട്ടല്ല ചെയ്യുന്നത്. സസ്യങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ഫോട്ടോസിന്തസിസ് ചെയ്യും. അതായത് പ്രകാശ സംശ്ലേഷണം ചെയ്യും. പ്രകാശത്തിനെ ആ സസ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ മാറ്റിയെടുക്കുന്നു, ഫുഡാക്കി മാറ്റുന്നു അല്ലേ? നമ്മുടെ ജീവലോകത്തിന് ആവശ്യമായിട്ടുള്ള സകലമാന പ്രവർത്തനങ്ങൾ, സകലമാന കിച്ചൺ വർക്ക് നടക്കുന്നത് നമ്മുടെ സസ്യങ്ങളുടെ ഇലയിലാണ്. അപ്പോൾ സോ എനർജി എവിടെ നിന്നാണ് വരുന്നത്? ശരീരത്തിന് പുറത്തുനിന്നാണ് വരുന്നത് അല്ലേ? ഔട്ട്സൈഡ് ദ ബോഡി, പുറത്തുനിന്ന് തന്നെ വരണം. അത് ഫുഡിൻ്റെ രൂപത്തിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഉരുട്ടി കഴിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. മറ്റുള്ള പല ജീവികളും എന്താണ്, മറ്റുള്ള ജന്തുക്കളെല്ലാം മിക്കവാറും നമുക്ക് ഓർഗനൈസേഷൻ, ഒരു വലിയൊരു ഓർഗാനിസംസ് എല്ലാം നമുക്ക് മൗത്തുണ്ട്, നമുക്ക് അല്ലെങ്കിൽ അലിമെൻ്ററി കനാലുണ്ട്, അതുവഴിയാണ് ഈ ഒരു ആഹാരം എടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സോഴ്സ് ഓഫ് എനർജി ഫ്രം ഔട്ട്സൈഡ്, ഇതിനാണ് ഫുഡ് എന്ന് വിളിക്കുക. പുറത്തുനിന്നുള്ള സോഴ്സ് ഓഫ് എനർജി എല്ലാം നമുക്ക് എന്ത് വിളിക്കാം? ഫുഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഫുഡിൻ്റെ ഡെഫിനേഷൻ നോക്കി വെച്ചോ. എന്താണ് സോഴ്സ് ഓഫ് എനർജി ഫ്രം ഔട്ട്സൈഡ്? ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ചോദ്യങ്ങളായിട്ട് അവസാനം വരും. അവസാനം ഉത്തരം പറയണം കേട്ടോ. അപ്പോൾ രണ്ടാമത്താണ് എനർജി റിക്വയർമെന്റ് ഉണ്ട്. ജീവൽ പ്രവർത്തനങ്ങൾ എന്താണ്? എനർജി റിക്വയർമെന്റ് ഉണ്ട്. അടുത്ത ന്യൂട്രീഷൻ. എന്താ ന്യൂട്രീഷൻ നോക്കാം. ന്യൂട്രീഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എനർജി സോഴ്സ് അല്ലേ? നമ്മുടെ പുറത്തുനിന്ന് വരുന്ന
എനർജി സോഴ്സ് എന്ന് വിളിക്കും, ഫുഡ് എന്ന് വിളിക്കും. അതിൽ നിന്നും എന്താണ് എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ന്യൂട്രീഷൻ എന്ന് വിളിക്കുക. ന്യൂട്രീഷൻ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എനർജി സോഴ്സ്, അതായത് ഫുഡ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ദ ബോഡി, പുറത്തുനിന്ന് അകത്തേക്ക് എടുക്കാൻ നമ്മൾ ഉപയോഗിക്കുക ന്യൂട്രീഷൻ. അത്രയായി. നോക്കാം, അവിടെ നോക്കൂ, അഡീഷണൽ റോ മെറ്റീരിയൽസ് ഈസ് നീഡഡ് ഫോർ ബോഡി ഗ്രോത്ത്. ഒരുപാട് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? റോ മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമാണ്. ഒരുപാട് റോ മെറ്റീരിയൽസ് നമുക്ക് ഉദാഹരണത്തിന് അമിനോ ആസിഡുകൾ ആവശ്യമാണ്, ഫാറ്റി ആസിഡുകൾ ആവശ്യമാണ്, അതുപോലെ ഒത്തിരി കാര്യങ്ങൾ, ഗ്ലൂക്കോസ് ആവശ്യമാണ് അല്ലേ, ഇതെല്ലാം ആവശ്യമാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻസ് ആവശ്യമാണ്. അപ്പോൾ അഡീഷണൽ റോ മെറ്റീരിയൽസ് നമുക്ക് ബോഡി ഗ്രോത്തിന് ആവശ്യമാണ്. അതുപോലെ എർത്തിലുള്ള ലൈഫ് ശ്രദ്ധിക്കൂ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് കാർബണിനെ കുറിച്ച് പറയാറുണ്ട്. കാർബണിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഓർഗാനിക് കെമിസ്ട്രി നമ്മുടെ മനസ്സിലേക്ക് വരും അല്ലേ. ഓർഗാനിക് എന്നുള്ള വാക്ക് മനസ്സിലേക്ക് വരും. പണ്ട് തൊട്ടേ മക്കളെ നമ്മുടെ ജീവൽ പ്രവർത്തനങ്ങൾ, ജീവശരീരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓർഗാനിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബൺ സംയുക്തങ്ങൾ. കാർബൺ സംയുക്തങ്ങൾ എല്ലാം ഓർഗാനിക് ആണോ? അല്ല. കാർബണിന് ഒരു പ്രത്യേക വാലൻസി ഉണ്ടല്ലേ, ആ വാലൻസി പ്രത്യേക രീതിയിൽ വരുന്ന സംയുക്തങ്ങൾ മാത്രമേ നമ്മളെന്ന് വിളിക്കൂ കാർബൺ സംയുക്തങ്ങൾ, ഓർഗാനിക് സംയുക്തങ്ങൾ വിളിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗാനിക് സംയുക്തങ്ങളെ, അതായത് ഇത്തരത്തിലുള്ള സംയുക്തങ്ങളിൽ എവിടെ മാത്രമേ പണ്ട് നമ്മുടെ ശാസ്ത്രലോകം കണ്ടിട്ടുള്ളൂ? ജീവനുള്ള ജീവികളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതിനെ പുറത്തുണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ജീവൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സംഗതിയാണ്, അല്ലെങ്കിൽ അവിടെ ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ ശക്തി അവിടെ ഉണ്ടെന്നൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് നമ്മുടെ ശാസ്ത്രലോകത്തിൻ്റെ വിശ്വാസം. അത് മാറിയെന്നാ ആദ്യമായിട്ട് ഒരു ഓർഗാനിക് സംയുക്തം എവിടെ നിർമ്മിച്ചു? നമ്മുടെ ലബോറട്ടറി നിർമ്മിച്ചു അല്ലേ. അത് ഏതാണെന്ന് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് ലബോറട്ടറിയിൽ നിർമ്മിച്ച ഓർഗാനിക് സംയുക്തം ഏതാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. NCERT +1 പാഠപുസ്തകത്തിലുണ്ട്, നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അതോടുകൂടിയാണ് എന്ത് സംഭവിക്കുന്നത്? നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മിഥ്യാധാരണ മാറുന്നത്. അപ്പോൾ എന്തായാലും കാർബൺ സംയുക്തങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതലും ഓർഗാനിക് സംയുക്തങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന സകലമാന ഫുഡും ഓർഗാനിക് സംയുക്തങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ കൂടുതലും ഉള്ളത് ഓർഗാനിക് സംയുക്തങ്ങളാണ്. നിങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഓക്കെ അഥവാ കാർബൺ സംയുക്തങ്ങളാണ്. നോക്കാം ലൈഫ് ഓൺ എർത്ത് ഡിപ്പെൻഡ്സ് ഓൺ കാർബൺ ബേസ്ഡ് മോളിക്യൂൾസ് അല്ലേ, കാർബൺ ബേസ്ഡ് മോളിക്യൂൾസ്. അതുപോലെ തന്നെ നോക്കൂ, മോസ്റ്റ് ഫുഡ് സോഴ്സ് ആർ ആൾസോ കാർബൺ ബേസ്ഡ്. നോക്കടേ എടാ, ഗ്ലൂക്കോസ് കാർബൺ ഓർഗാനിക് അല്ലേ? ഗ്ലൂക്കോസ് ആണ്. അമൈനോ ആസിഡ്സ് ഓർഗാനിക് അല്ലേ? അതുപോലെ ഫാറ്റി ആസിഡ്സ് ഓർഗാനിക് അല്ലേ? ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് കഴിക്കാം. വൈറ്റമിൻസ് പലതും ഓർഗാനിക്കാണ്. നോക്ക്, ഓർഗാനിക് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ മറ്റേ ഓർഗാനിക് എടുക്കില്ല, ഓർഗാനിക് വെൽഗേറ്റ് എടുക്കരുത്. ഓർഗാനിക് നമുക്ക് പുറമേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇതെല്ലാം ഓർഗാനിക്കാണ്, ഇതെല്ലാം ജൈവം. ആ ജൈവം അല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്താണ്? കാർബൺ ബേസ്ഡ് അല്ലേ, ഇതാണ് ഉദ്ദേശിക്കുന്നതാണ്. മോസ്റ്റ് ഫുഡ് സോഴ്സ് ആർ ആൾസോ കാൾഡ് കാർബൺ ബേസ്ഡ് അല്ലേ, അവയെല്ലാം കാർബൺ ബേസ്ഡ് ആണ്. ഡിഫറെന്റ് ഓർഗാനിസംസ് യൂസ് ഡിഫറെന്റ് ന്യൂട്രീഷണൽ പ്രോസസ്സസ് ഡിപ്പെൻഡിങ് ഓൺ ദ കോംപ്ലക്സിറ്റി ഓഫ് കാർബൺ സോഴ്സസ് അല്ലേ. അത് നോക്കൂ, രണ്ട് തരത്തിലുള്ള ജീവികളെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. ഒന്ന് നമ്മുടെ സിമ്പിൾ സ്റ്റൊമക്കഡ് അനിമൽസ്, രണ്ടെന്നാണ് റൂമിനൻസ് എന്നറിയപ്പെടുന്ന മറ്റൊരു തരത്തിൽ അനിമൽസ് ഉണ്ട്. അതാണ് പശു, എരുമ എല്ലാം ഉൾപ്പെടുന്ന. അപ്പോൾ രണ്ടുപേർക്കും ഈ ആഹാരത്തിൽ, അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്ക് കിട്ടുന്ന ആഹാരത്തിൽ ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട് അല്ലേ. അവർ കഴിക്കുന്നതാണ് കൂടുതൽ നാരിനാൽ സമ്പുഷ്ടമായിട്ടുള്ള ഇലകളും പച്ചക്കറിയാണ് കഴിക്കുന്നത്. നമുക്കത് ദഹിക്കുക, അതിനകത്തുള്ള കുറേ ഭാഗം ദഹിക്കും, പക്ഷേ അതിൻ്റെ ഭൂരിഭാഗം എന്താണ് മക്കളെ? സെല്ലോസ് ആണ്. ഇതാ പറഞ്ഞേ, ഡിഫറെൻറ്റ് ഓർഗാനിസംസ് യൂസ് ഡിഫറെൻറ്റ് ന്യൂട്രീഷണൽ പ്രോസസ്സസ് ഡിപ്പെൻഡിങ് ഓൺ ദ കോംപ്ലക്സിറ്റി ഓഫ് കാർബൺ സോഴ്സസ് അല്ലേ. നമുക്ക് കിട്ടുന്ന കാർബൺ സോഴ്സിൻ്റെ കോംപ്ലക്സിറ്റി വ്യത്യസ്തമാണ്. ലഘുവായിട്ടുള്ള കാർബൺ, അതായത് നമുക്ക് ഗ്ലൂക്കോസ് പോലുള്ള, ഫ്രക്ടോസ് പോലുള്ള നമുക്ക് ഷുഗേഴ്സ് മാത്രമേ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്ത് ദഹിപ്പിക്കാൻ പറ്റത്തില്ല? അവിടെ ലിഗ്നിൻ പോലെയുള്ള അല്ലെങ്കിൽ സെല്ലോസ് പോലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള നാര് കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളെ അല്ലെങ്കിൽ കാർബൺ സോഴ്സിനെ ദഹിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്കുള്ള പ്രോസസ് അല്ല അവർക്കുള്ള പ്രോസസ് അല്ല നമുക്കുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ന്യൂട്രീഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എനർജി സോഴ്സ് ഫ്രം ഔട്ട്സൈഡ് ടു ഇൻസൈഡ് ദ ബോഡി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം മനസ്സിലാക്കി വെച്ചേക്കാം. അതുപോലെ നമുക്ക് എന്താണ് അഡീഷണൽ റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. നമ്മുടെ ലൈഫ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോകുന്നത്? കാർബൺ ബേസ്ഡ് മോളിക്യൂൾസിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. മിക്കവാറും എല്ലാ ഫുഡ് സോഴ്സും കാർബൺ ബേസ്ഡ് മോളിക്യൂൾസ് ആണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഒരുപാട് വ്യത്യസ്തമായ ഓർഗാനിസംസ്, അവയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു കാർബൺ മോളിക്യൂൾസിൻ്റെ പ്രൊഫൈൽ അനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ന്യൂട്രീഷണൽ പ്രോസസ്സുകൾ അവർ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ന്യൂട്രീഷൻ കഴിഞ്ഞു, അടുത്ത എനർജി കൺവേർഷൻ അല്ലേ. എനർജി കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജീവനുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്ക്, ഔട്ട്സൈഡ് എനർജി സോഴ്സ് ആർ വേരിയഡ് ആൻഡ് നോട്ട് അണ്ടർ ഓർഗാനിസംസ് കൺട്രോൾ അല്ലേ. അപ്പോൾ നോക്കുന്നു, എനർജി കൺവേർഷൻ അല്ലേ. നമ്മൾ ജീവിക്കുന്ന ജീവികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഒരു സ്വഭാവമാണ് എനർജിയെ കൺവേർട്ട് ചെയ്യാൻ, അവർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റാനുള്ളൊരു കഴിവ് എന്ന് പറയുമ്പോഴത്തേക്കും. ഉദാഹരണത്തിന് നമുക്ക് പുറമേ ഉള്ളത് ഹീറ്റ് എനർജിയാണ് അല്ലെ. ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി, ഇതിനെയാണ് നമ്മുടെ സസ്യങ്ങൾ എന്താക്കി മാറ്റുന്നത്? ഗ്ലൂക്കോസിൻ്റെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വെക്കുന്നത് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? അതിനെ കൺവേർട്ട് ചെയ്ത് ATP തന്മാത്രകളാക്കി മാറ്റണം, എന്നാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നോക്കൂ, അത്തരത്തിലുള്ള എനർജി കൺവേർഷനും എപ്പോഴും എന്താണ്? ഒരു ജീവിയുടെ ജീവനുണ്ട് നമുക്ക് തീരുമാനിക്കുന്നതിൽ വളരെ സുപ്രധാന
സുപ്രധാനമായിട്ടുള്ളൊരു റോൾ അവിടെ വഹിക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്സൈഡ് എനർജി സോഴ്സ് ആർ വേരിഡ് ആൻഡ് നോട്ട് അണ്ടർ ഓർഗാനിസംസ് കൺട്രോൾ. നമുക്ക് പുറത്തുനിന്ന് വരുന്ന ഒരു എനർജി സോഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഫുഡ് സോഴ്സസ് മസ്റ്റ് ബി ബ്രോക്കൺ ഡൗൺ ഓർ ബിൽറ്റ് അപ്പ് ഇൻ ദ ബോഡി ആൻഡ് മസ്റ്റ് ബി കൺവേർട്ടഡ് ടു എ യൂണിഫോം സോഴ്സ് ഓഫ് എനർജി. യൂണിഫോം സോഴ്സ് ഓഫ് എനർജി ആക്കി മാറ്റിയിരിക്കണം, എന്നാലേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഐദർ എന്താണ് ഈ ഫുഡ് സോഴ്സ് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഒന്നുകിൽ നമ്മുടെ ബോഡി ബ്രേക്ക് ഡൗൺ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ സസ്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ബിൽറ്റപ്പ് ചെയ്യും. ഫുഡ് സോഴ്സിനെ നമ്മൾ ബിൽറ്റപ്പ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്ത് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് ഉപയോഗിക്കും. എന്തിനൊക്കെ വേണ്ടി മക്കളെ നോക്കൂ, മോളിക്കുലാർ മൂവ്മെന്റ്സ് എന്തിനാവശ്യമാണ്, നീഡഡ് ഫോർ മെയിൻറ്റെയിനിങ് ലിവിങ് സ്ട്രക്ചേഴ്സ്. നമ്മുടെ ശരീരം മുഴുവൻ ലിവിങ് സ്ട്രക്ചർ ആണല്ലേ, അതിന്റെ മെയിൻ്റനൻസിന് എന്താവശ്യമാണ്, മോളിക്കുലാർ മൂവ്മെന്റ് വേണമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത്തരത്തിൽ നമ്മൾ എനർജി കൺവേർഷൻ നടത്തും. അതുപോലെ മോളിക്യൂൾസ് നീഡഡ് ഫോർ ബോഡി ഗ്രോത്ത്. ബോഡി ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, പുതിയ ഒന്ന് മെയിൻ്റനൻസ്, രണ്ട് ഗ്രോത്ത് അല്ലേ. ഗ്രോത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വളരണം അല്ലേ. അങ്ങനെ വളരണമെന്നുണ്ടെങ്കിൽ പുതിയ കോശങ്ങൾ ഉണ്ടാവണം. അവിടെയും എന്താവശ്യമാണ്, മോളിക്യൂൾസ് ആവശ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ ഫുഡിനെ യൂട്ടിലൈസ് ചെയ്യണം, അവിടെ എനർജി കൺവേർഷൻ നടക്കണം. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ നടക്കും, ഒരു സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് വിശദമായിട്ട് നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കും. ഒരുപാട് സീരീസ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് ഈ പറഞ്ഞ എനർജി കൺവേർഷനെ ബന്ധപ്പെടുത്തി പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ. ഇനി അടുത്ത റെസ്പിറേഷൻ നോക്കൂ. റെസ്പിറേഷൻ നമ്മൾ തുടക്കത്തിലേ പറയാം അല്ലേ. റെസ്പിറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ എന്തിനാവശ്യമായിട്ടുള്ളത്, ഓക്സിഡേഷന് വേണ്ടി, ഓക്സീകരണത്തിന് വേണ്ടി അല്ലേ. നോക്കൂ, ഓക്സിഡേഷനും റിഡക്ഷനും, ഓക്സീകരണവും നിരോക്സീകരണവും, ഇത് രണ്ടും എടുത്ത് നോക്കുമ്പോൾ രണ്ട് കോമൺ കെമിക്കൽ മീൻസ് ആണ്. എന്തിനാണ്, ടു ബ്രേക്ക് ഡൗൺ മോളിക്യൂൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കെമിക്കൽ മീൻസ് ആണ് ഓക്സിഡേഷനും റിഡക്ഷനും എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് സെല്ലുലാർ ലെവലിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് ഓക്സിഡേഷൻ നടക്കുന്നത്. അപ്പോൾ നോക്കൂ, എന്തിനാണ് നടക്കുന്നത്, മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ അല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം, അവിടെ എനർജിയെ റിലീസ് ചെയ്യണം. ഓക്കെ അല്ലേ പറഞ്ഞത്. അപ്പോൾ അതിനുവേണ്ടി ഓക്സിഡേഷൻ നടക്കണം. അതിനുവേണ്ടി എന്താവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്. മെനി ഓർഗാനിസംസ് യൂസ് ഓക്സിജൻ സോഴ്സ്ഡ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി അല്ലേ. പുറമേന്ന്, ശരീരത്തിന് പുറമേന്ന് ഔട്ട്സൈഡ് സോഴ്സ് ചെയ്ത് വരുന്ന ആ ഒരു ഓക്സിജനെയാണ് മിക്കുള്ള എല്ലാ ഓർഗാനിസംസും ഉപയോഗിക്കുന്നത്. അതുപോലെ റെസ്പിറേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് അക്യൂറിങ് ഓക്സിജൻ ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി. കണ്ടോ, പുറത്തുനിന്ന് നമ്മളിങ്ങനെ വലിച്ചു കയറ്റിയല്ലേ, അങ്ങനെ പുറത്തുനിന്ന് ഓക്സിജനെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എടുക്കുക. യൂസിങ് ഇറ്റ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് സോഴ്സ് ഫോർ സെല്ലുലാർ നീഡ്സ് അല്ലേ. കോശതലത്തിൽ സെല്ലുലാർ ലെവലിൽ എന്ത് ചെയ്യുന്നു, അവയെ നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സിഡേഷൻ നടത്തണമെന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ഗ്ലൂക്കോസ് തന്മാത്രകളുണ്ട്, അവയെ ഓക്സിഡൈസ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, യൂസിങ് ഇറ്റ് ഇൻ ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് സോഴ്സസ്. ഫുഡ് സോഴ്സിനെ പൊട്ടിക്കണം അല്ലേ. സെല്ലുലാർ ലെവലിൽ ഫുഡിനെ പൊട്ടിച്ച് തന്നെയാണ് അവിടെ എന്തുണ്ടാക്കുന്നത്, അവിടെ ഊർജ്ജം ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ രണ്ടും കൂടെ ചേർന്നാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ പറഞ്ഞത്. ഇനി നമ്മൾ ബോഡിലി ഫംഗ്ഷൻസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ബോഡിലി ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെടുത്തി സിംഗിൾ സെല്ലാർ ഓർഗാനിസവും മൾട്ടി സെല്ലാർ ഓർഗാനിസവും എങ്ങനെ ബേസിക്കലി ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഒന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഇതൊരു സിംഗിൾ സെല്ലാർ ഓർഗാനിസമാണ്, ഇതൊരു മൾട്ടി സെല്ലാർ ഓർഗാനിസമാണ് അല്ലേ. അപ്പോൾ ഇവയെ കണ്ടറിയാം, ഇത് ഒറ്റ കോശം മാത്രമേ ഉള്ളൂ. ഇത് എൻറ്റയർലി പുറമേ ഉള്ള ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. ഇവിടെയാണെങ്കിലോ അകത്തുള്ള കോശങ്ങളൊക്കെ അകത്തായിരിക്കുന്നത്, പുറമേയായിട്ട് യാതൊരു ബന്ധവുമില്ല. അതാ വ്യത്യാസം. നോക്ക്, സിംഗിൾ സെല്ലാർ ഓർഗാനിസം, നോ സ്പെസിഫിക് ഓർഗൻസ് നീഡഡ് ഫോർ ടേക്കിംഗ് ഇൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്രത്യേക ഓർഗൻ ഒന്നും വേണ്ട. ഗ്യാസ് എക്സ്ചേഞ്ചിന് ലങ്സിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ വേസ്റ്റ് റിമൂവലിന് ഒരു വാക്യൂളിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലെ. ആ വാക്യൂളിൽ വേസ്റ്റ് എടുക്കുക, അങ്ങ് പൊക്കോളും, ഓർഗനൊന്നും അല്ല. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് ഓർഗൻസ് ഒന്നും ആവശ്യമില്ല, കാരണം ഒരൊറ്റ സെല്ല് മാത്രമേ ഉള്ളൂ അല്ലേ. ഇനി എൻറ്റയർ സർഫസ് ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദ എൻവയോൺമെൻറ്റുമായിട്ട് എൻറ്റയർ സർഫസ് കോൺടാക്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം സിമ്പിൾ ഡിഫ്യൂഷൻ ഈസ് സഫീഷ്യൻറ്റ് അല്ലേ. സാധാരണ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി ഇത്തരത്തിലുള്ള നമുക്ക് ഈ മോളിക്യൂൾസിനെ അകത്തേക്കും പുറത്തേക്കും കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് സിംഗിൾ സെല്ലാർ ഓർഗാനിസിന്റെ പ്രത്യേകത. ഇനി അവിടെ നോക്കാം, മൾട്ടി സെല്ലാർ ഓർഗാനിസം നോക്കാം. ആൾ സെൽസ് മേ നോട്ട് ബി ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദ സറൗണ്ടിങ് എൻവയോൺമെന്റ് അല്ലേ. നമ്മുടെ ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്കിന്നിന്റെ അടിയിരിക്കുന്ന സെല്ലുകൾക്ക് പോലും പുറമേ ഉള്ള ഭാഗങ്ങളായിട്ട് ബന്ധമില്ല. ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ അവിടെ എന്താവശ്യമാണ്, അവിടെ കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ് അല്ലേ. സിമ്പിൾ ഡിവിഷൻ വിൽ നോട്ട് മീറ്റ് ദ റിക്വയർമെന്റ് ഓഫ് ആൾ സെൽസ്. നേരത്തെ പറഞ്ഞു, സിമ്പിൾ ഡിവിഷൻ വഴി ഏതെങ്കിലും സെല്ലുകൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടിയേക്കാം അല്ലേ, കിട്ടിക്കൂടായിക്കൊന്നുമില്ല. പക്ഷേ എല്ലാ സെല്ലുകളുടെയും ആവശ്യങ്ങൾ സിമ്പിൾ ഡിഫ്യൂഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. വേരിയസ് ബോഡി പാർട്സ് അല്ലേ, അതിനുവേണ്ടി അത്തരത്തിൽ എല്ലാ കോശങ്ങളുടെയും
ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി എന്തുണ്ട്? വേരിയസ് ബോഡി പാർട്സ് ഉണ്ട്. വേരിയസ് ബോഡി പാർട്സ് ഹാവ് സ്പെഷ്യലൈസ്ഡ് ഇൻ ദെയർ ഫങ്ഷൻസ് അല്ലേ? നമുക്കറിയാം എക്സ്ക്രീഷന് വേണ്ടിയിട്ട് കിഡ്നീസ് ഉണ്ട്, അതുപോലെ റെസ്പിറേഷന് വേണ്ടി നമുക്ക് ലങ്സ് ഉണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് നിർവഹിക്കുന്ന ബോഡി പാർട്സ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഓർഗൻസിൽ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂടി ചേർന്നാണ് ഈ പരിപാടിയെല്ലാം നിർവഹിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ആവശ്യമാണ്. എന്താ ആവശ്യമുള്ളത്? ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആവശ്യമാണല്ലേ? അതായത് ലങ്സിൽ നിന്നും ഓക്സിജൻ ലങ്സിൽ നിന്ന് അവിടെ ഇരുന്നാൽ മതിയോ? പോരാ. അതായത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെല്ലല്ല ആക്ച്വലി ടിഷ്യൂസും അതുപോലെ ഓർഗനും വേണമെന്ന് പറഞ്ഞു അതോടെ ഉണ്ട്. പോരല്ലോ, അവിടെ നിന്നും ഇവനെ സ്വീകരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസും ആവശ്യമാണ് അല്ലേ? അതെല്ലാമാണ് മൾട്ടി സെല്ലാർ ഓർഗാൻസിനെയും യൂണിസെല്ലാർ ഓർഗാൻസ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി നോക്കൂ, നമ്മൾ പറഞ്ഞു ട്രാൻസ്പോർട്ടേഷന്റെ കാര്യം പറഞ്ഞല്ലേ, അവിടെ തന്നെ എടുത്തു പറയുന്നു നീഡ് ഫോർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. എന്തിനാണ്? നേരത്തെ പറഞ്ഞു ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത് എന്താണ്? ലങ്സിന്റെ കാര്യം കാണിച്ചിരിക്കുന്നത്. ലെഫ്റ്റ് ലങ്ങും റൈറ്റ് ലങ്ങും ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ലങ്സിൽ എന്താ സംഭവിക്കുന്നത്? ലങ്സിൽ വഴി എന്ത് കിട്ടുന്നു? ഓക്സിജൻ കിട്ടുന്നു. ഓക്സിജൻ കിട്ടുമ്പോഴത്തേക്ക് കിട്ടുന്ന ബ്ലഡിനെ നമ്മൾ ആ ചുവന്ന ബ്ലഡ് നമ്മളെന്ന് വിളിക്കുന്നു ഓക്സിജനായിട്ട് ബ്ലഡ്, അല്ലെങ്കിൽ നമ്മൾ ശുദ്ധരക്തം വിളിക്കാം. അതിനെ നമ്മൾ ഹാർട്ടിലോട്ട് കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്നിട്ട് ഇതുവഴി അല്ലേ, ഇതുവഴി നമ്മുടെ ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്കും താഴെ ഭാഗത്തേക്കും, ഒന്നിന്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ താഴെ ഭാഗത്തേക്കും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ആവശ്യമായിട്ട് ഓക്സിജൻ എത്തിക്കുന്നു. തിരിച്ച് ആ സെല്ലാർ ലെവൽ എന്ത് നടക്കും? ഓക്സിജനേഷൻ നടക്കും അല്ലേ? അതിന്റെ ഭാഗമായിട്ട് വെള്ളം ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. ഇതിനെല്ലാം വഹിച്ചുകൊണ്ട് ആര് തിരിച്ചു വരും? നേരെ തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ചു വന്നു കഴിഞ്ഞാൽ നേരെ തിരിച്ച് എവിടെ പോകും? ലങ്സിൽ പോകും. ലങ്സിൽ പോയിട്ട് അതിനെ പുറത്ത് തള്ളാനുള്ളൊരു ശ്രമം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകും, ജലവും കുറേ ലങ്സിലുള്ള പുറത്തു പോകും, ബാക്കിയുള്ള കുറേ ഭാഗങ്ങൾ കിഡ്നി വഴി പുറത്തു പോകും അല്ലേ? ഇതാ സംഭവിക്കുന്നത്. അപ്പോൾ നോക്ക്, ഇത്തരത്തിൽ നമുക്ക് ലങ്സിലാണ് ഓക്സിജൻ കിട്ടിയത്, അത് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്ക് എത്തിക്കണം. അവിടെയാണ് നീഡ് ഫോർ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ട് വരുന്നത് അല്ലേ? നോക്കൂ, അപ്ടേക്ക് ഓഫ് ഫുഡ് ആൻഡ് ഓക്സിജൻ എന്താണ്? ചില പ്രത്യേക ടിഷ്യൂസിന്റെ ഫങ്ഷൻസ് മാത്രമായി ചുരുങ്ങുന്നു ഒരു ഹയർ ഓർഗനൈസുള്ള ജീവിയിലല്ലേ? അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഫുഡും ഓക്സിജനും അപ്ടേക്ക് ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ഇരുന്നാൽ മതിയോ? പോരാ അല്ലേ? ഫുഡ് ആൻഡ് ഓക്സിജൻ ആർ ടേക്കൺ അപ്പ് അറ്റ് വൺ പ്ലേസ്, ഒരു സ്ഥലത്താണ് എടുക്കപ്പെടുന്നത്. ബട്ട് ആൾ ബോഡി പാർട്സ് നീഡ് ദം. ഇതാണ് പ്രോബ്ലം. എന്താ സൊല്യൂഷൻ? ദിസ് ക്രിയേറ്റ്സ് എ നീഡ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിന്റെ ആവശ്യകത അവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ടല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഫുഡും ഓക്സിജനും നമുക്ക് എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇത് മാത്രമല്ല, വേറെയും ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ട്. പ്രധാനമായിട്ട് എന്താ വരുന്നത്? കാർഡിയോ വാസ്കുലർ സിസ്റ്റം ആണ് വരുന്നത്. ഇനി വരുന്ന അടുത്ത പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ മക്കളെ? എക്സ്ക്രീഷൻ ആണല്ലേ. നോക്ക്, കെമിക്കൽ റിയാക്ഷൻസ് യൂസിങ് കാർബൺ സോഴ്സ് ആൻഡ് ഓക്സിജൻ ക്രിയേറ്റ് ബൈ പ്രൊഡക്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഇത്തരത്തിൽ കാർബൺ സോഴ്സും അതുപോലെ ഓക്സിജനും ഒക്കെ വെച്ച് കത്തിക്കുന്നു. ആ കത്തിപ്പ് തന്നെ നടക്കുന്ന അവിടെ അങ്ങനെ അവിടെ ദഹനം നടക്കുന്നു എന്ന് പറയുന്നു അല്ലേ? കോശ ശ്വസനവും അതുപോലെ കോശ ദഹനവും എല്ലാം നടക്കുന്നു. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും. നോർമലി എന്തൊക്കെയാണ് വരുന്നത്? പ്രധാനമായിട്ടും ജലവും യൂറിയയും അതുപോലെ മറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നത് അല്ലേ? അപ്പോൾ ദീസ് ടു വേസ്റ്റ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്? ഇങ്ങനെയുള്ള ബൈ പ്രൊഡക്ട്സ് എന്താ? ദേ ആർ യൂസ്ലെസ് ഫോർ ബോഡി സെൽസ്. ബോഡി സെൽസിന് ആവശ്യമില്ല അല്ലേ? അതുപോലെ കുഡ് ഈവൻ ബി ഹാംഫുൾ. യൂറിയ പോലുള്ള സാധനവും കൃത്യമായ സമയത്ത് നീക്കം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തട്ടിപ്പോകും. അതുകൊണ്ടാണ് കിഡ്നി ഫെയിലർ പേഷ്യൻസിന് എന്ത് ചെയ്യുന്നത്? നിരന്തരം നമ്മൾ പൈസ ഒന്നും നോക്കാതെ കൊണ്ടുപോയി ഡയാലിസിസ് നടത്തുന്നത് അല്ലേ? അപ്പോൾ എന്താണ്? അവയെ നമുക്ക് ആവശ്യമില്ല എന്ന് മാത്രമല്ല, അത് ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളുമാണ്. വേസ്റ്റ് ബൈ പ്രൊഡക്ട്സ് മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ദ ബോഡി ആൻഡ് ഡിസ്കാർഡ് ഔട്ട്സൈഡ് അല്ലേ? പുറത്തു കൊണ്ട് കളയേണ്ട ആവശ്യമാണ് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? എക്സ്ക്രീഷൻ എന്ന് വിളിക്കുക. നമ്മുടെ ബൈ പ്രൊഡക്ട്സ് നമ്മുടെ ശരീരത്തിൽ സെൽ റെസ്പിറേഷൻ്റെയും അതുപോലെ തന്നെ ഡൈജഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്ന ആ എക്സ്ക്രീറ്ററി പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഉപയോഗമില്ലാത്ത പ്രൊഡക്ട്സിനെ നമുക്ക് പുറത്ത് കളയുന്ന പ്രവർത്തനത്തെയാണെന്ന് വിളിക്കുക എക്സ്ക്രീഷൻ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ മൾട്ടി സെല്ലാർ ഓർഗാൻസിലെ എക്സ്ക്രീഷൻ നമുക്ക് നോക്കാം. ഫോളോയിങ് ദ ബേസിക് റൂൾസ് ഓഫ് ബോഡി ഡിസൈൻ അല്ലേ? സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഫോർ എക്സ്ക്രീഷൻ ഡെവലപ്സ്. നമുക്ക് ബോഡി ഡിസൈൻ അനുസരിച്ചിട്ട് നമുക്ക് അത് ഏതൊക്കെ ഫാക്ടറാണ് നോക്കുന്നത്. എക്സ്ക്രീഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഈ പറഞ്ഞ സാധനം നമുക്ക് ആവശ്യമില്ലാത്തതാണ്, മാത്രമല്ല നമുക്ക് ഹാംഫുൾ ആണെന്നും പറഞ്ഞു അല്ലേ? അപ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട റൂൾസ് ഉണ്ട്. എന്താണ്? ദ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മസ്റ്റ് ട്രാൻസ്പോർട്ട് ദ വേസ്റ്റ് ടുവാർഡ്സ് എങ്ങോട്ട്? സെല്ല്. എവേ ഫ്രം സെല്ല്. സെല്ലിൽ നിന്നും കൊണ്ടുപോകണം, ദൂരേക്ക് കൊണ്ടുപോകണം. എങ്ങോട്ട് കൊണ്ടുപോകണം? ടു ദ എക്സ്ക്രീറ്ററി ടിഷ്യൂ അല്ലേ? എക്സ്ക്രീറ്ററി ടിഷ്യൂലോട്ട് കൊണ്ടുപോകണം അല്ലേ? ഇതാണ് ആ റൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്താണ്? ഒരു സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ഫോർ എക്സ്ക്രീഷൻ ഉണ്ടായി വന്നിട്ടുണ്ട്. ഒത്തിരിയുണ്ട്. അതിലൊന്ന് നമുക്ക് എന്താണ്? നമുക്ക് നമ്മുടെ കിഡ്നിയാണ് ഏറ്റവും പ്രധാനം, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ കിഡ്നി തന്നെയാണ് പ്രധാനമായിട്ടും വരിക, എക്സ്ക്രീറ്ററി ഓർഗൻ.
ഓക്കെ, ഏറ്റവും കൂടുതൽ ബ്ലഡ് ഫ്ലോയുടെ സർക്കുലേഷൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ ഓർഗനും നമ്മുടെ ശരീരത്തിൽ തന്നെ കിഡ്നിയാണ്, മറന്നു പോകരുത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം എന്തുവാ? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഈ ഓരോ കോശങ്ങൾക്കും എന്ത് കൊണ്ട് കൊടുത്തു? ഓക്സിജനും കൊണ്ട് കൊടുത്തു, ഫുഡും കൊണ്ട് കൊടുത്തു. അവിടെ വെച്ച് ഈ പറഞ്ഞ പ്രവർത്തനം നടന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള സാധനത്തിനെ എവേ ഫ്രം സെല്ലിൽ നിന്നും കൊണ്ടുവരിക, എങ്ങോട്ട് കൊണ്ടുവരിക? എക്സ്ക്രീറ്ററി ടിഷ്യൂലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ സിസ്റ്റം, അല്ലെ അതിൻ്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ക്രീറ്ററി സിസ്റ്റം നമുക്ക് ഉണ്ടായി വന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഈ ഇൻട്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾ അവസാനം വരെയും കാണുക. ഏകദേശം 60ഓളം ചോദ്യങ്ങൾ. നിങ്ങൾ ഇത്ര കുറച്ച് കാര്യം മാത്രമേ പഠിച്ചുള്ളെങ്കിൽ കൂടിയും ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചും മറിച്ചും നമുക്ക് IRB ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും അഡ്വാൻസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം.